ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഫോൺ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഒരു സൺറൂഫ് ഉള്ള ഒരു i20 നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ എത്രയാവും? 50,000 വരെ എന്തോ ഓഫർ. 50,000 ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ടാവും. 50,000 നിങ്ങൾക്ക് ആക്ച്വലി വെയിറ്റിംഗ് വരുന്നില്ല, വെഹിക്കിൾ റെഡി അവൈലബിൾ ആണ്. ഡീസലിന് സ്റ്റാർട്ടിംഗ് വരുന്നത് 15 lakhs ആണ്. ഈ ഒരു സൺറൂഫും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മോഡൽ നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും. ഓൺ റോഡ് ഇറക്കാൻ പറ്റും. വെന്യൂവിന് നമുക്ക് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട് അല്ലേ. വെൽക്കം ടു ഓട്ടോഫൈൽ. ഓട്ടോഫൈലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വൈറ്റ്ലയിലെ പോപ്പുലർ ഹ്യൂണ്ടയിലാണ്. പോപ്പുലർ ഹ്യൂണ്ടായില് ഇത്തവണ ഒട്ടനവധി ഓണ ഓഫറുകൾ വന്നിട്ടുണ്ട്. സോ കഴിഞ്ഞ വട്ടത്തെ പോലെ തന്നെ എന്തൊക്കെയാണ് നമുക്ക് ഇത്തവണത്തെ ഓഫറുകളെന്നും അതുപോലെ എന്തൊക്കെ സമ്മാനങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. സോ ലെറ്റ്സ് ഗോ. ഹലോ, നമ്മളിപ്പോ പോപ്പുലർ ഹ്യൂണ്ടായിലാണ് നിൽക്കുന്നത്. വൈറ്റ്ലയിലെ പോപ്പുലർ ഹ്യൂണ്ടായിലാണ് നിൽക്കുന്നത്. കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് പേര് പറയാമോ? എന്റെ പേര് ആഷിഖാണ്. അപ്പൊ നമ്മൾക്ക് ഇപ്പോൾ ഉള്ള ഓണ ഓഫറിന്റെ എന്തൊക്കെയാണ് ഓണ ഓഫർ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നമുക്ക് ഇത്തവണ കുറച്ച് അഷ്വേർഡ് ഓഫേഴ്സ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ഒന്നുകൂടി ഐറ്റംസ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പം ഈ അഷ്വേർഡ് ഓഫർ ശരിക്കും എല്ലാ കസ്റ്റമേഴ്സിനും ഉള്ളത്? എല്ലാ കസ്റ്റമേഴ്സിനും അവിടെ ഒരു ഫോട്ടോ ഉണ്ട്. ഇതൊക്കെ തന്നെയാണോ നമുക്ക്? നമുക്ക് ഇതൊക്കെ തന്നെ വരുന്നത്. നമുക്ക് iPhone 50 Pro Max, MacBook, അതേപോലെ ഗോൾഡ് കോയിൻ, പിന്നെ എക്സ്റ്റൻഡ് വാറന്റിയും കാര്യങ്ങളുണ്ടാവും. പിന്നെ 10,000 വർത്തുള്ള ആക്സസറീസും കാര്യങ്ങളും. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് അഷ്വേർഡ് ഗിഫ്റ്റ് ആണ്. iPhone Pro Max, MacBook, ഗോൾഡ് കോയിൻ, 4 year or 60,000 എക്സ്റ്റൻഡ് വാറന്റി. 3 years വരെയാണ് നമുക്ക് നോർമലി വാറന്റി കൊടുക്കുന്നത് അല്ലേ. കമ്പനി വാറന്റി 3 years. സോ 4 year വരെ, അതായത് ഒരു വർഷം കൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, അത് ഓഫറിലുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ആക്സസറീസ് ഫോർ 10,000 കുറച്ച് ആക്സസറീസും ഉണ്ട്. സോ നമുക്ക് ആദ്യം നമ്മുടെ ഗ്രാൻഡ് i10 നിയോസ്, ഒരു ചെറിയൊരു ഫാമിലിക്കൊക്കെ പറ്റുന്ന ഒരു കുട്ടിക്കാരൻ എൻട്രി ലെവൽ വെഹിക്കിൾ. അതെ, എൻട്രി ലെവൽ വെഹിക്കിൾ കൂടിയാണ്. നമുക്കിപ്പം ശരിക്കും പറഞ്ഞാൽ 2 എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട് അല്ലെ. 2 എഞ്ചിൻ ഓപ്ഷൻ CNG ഉണ്ട്, അതേപോലെ 1.2 കാപ്പ പെട്രോൾ ഉണ്ട്. 4 cylinder വണ്ടിയാണ് വരുന്നത്. സോ നമുക്കൊരു ഗ്രാൻഡ് i10 നിയോസ് ബേസ് മോഡൽ നമുക്ക് വരുമ്പോൾ 7,12,000 രൂപ സ്വന്തമാക്കാം. 7,12,000. ഇത് ഓഫർ കഴിഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് ആണോ പറയുന്നത്? ഓഫർ കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് അല്ല, ഓൺ റോഡ് പ്രൈസ്. സോ ആ ഒരു പ്രൈസിന് നമുക്ക് എന്താണെങ്കിലും ഒരു ഗ്രാൻഡ് i10 നിയോസ് വീട്ടിൽ കൊണ്ടുപോകാം അല്ലെ. ശരിക്കും പറയാം, ഒത്തിരി പേര് ഇത്തിരി നീണ്ട പേരാണല്ലേ, ഗ്രാൻഡ് i10 നിയോസ്. ഇപ്പൊ നമ്മളിപ്പം ഈ മോഡൽ എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഐഫോൺ, ചിലപ്പോ മാക്ബുക്ക് ആയിരിക്കും, ഇതിലേതെങ്കിലും ഒന്ന്. അപ്പം മറക്കണ്ട, ഇതിലേതെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഫോൺ ആയിരിക്കും കിട്ടാൻ പോകുന്നത്, പറയാൻ പറ്റില്ല അല്ലേ. അതെ. സോ CNG വെർഷൻ നമുക്ക് ലഭ്യമാണല്ലേ. അതെ. ഓക്കെ, എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട് ഈ വണ്ടിക്ക്? നമുക്കൊരു അറൗണ്ട് ഒരു 18 ഹൈവേയിൽ എന്തായാലും കിട്ടും. ഇത് മാനുവലിന്റെ ഒരു മൈലേജ് അല്ല? മാനുവൽ മൈലേജ് ആണ്. പിന്നെ നമ്മുടെ അറിയാലോ, എല്ലാവർക്കും മൊത്തം ട്രാഫിക് ബ്ലോക്കും റോഡ് ബ്ലോക്കും ഒക്കെയാണ്. സോ അതിലൊരു 18 കിലോമീറ്റർ മൈലേജ് വലിയ കുഴപ്പമില്ലാത്തൊരു മൈലേജ് ആണ്. നമുക്കിപ്പം ഇത് 0 ഡൗൺ പേയ്മെന്റ്. എല്ലാ വണ്ടിക്കും ഇതുപോലെ 0 ഡൗൺ പേയ്മെന്റ് ഉണ്ടോ? ഇല്ല, നമുക്ക് ഗ്രാൻഡ് i10 നിയോസ് പിന്നെ വരുന്നത് എക്സ്റ്ററിലേക്ക് പോകണം. അപ്പൊ ഇതാണ് നമ്മുടെ എക്സ്റ്റർ. നല്ല സെല്ലിംഗ് ഉള്ള ഒരു വണ്ടിയാണ് അല്ലേ. അതെ. സോ ഇതിന് നമുക്ക് ഇവിടെ കാണാൻ നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഗ്രാൻഡ് i10 നിയോസിൽ പോലെ 1,499 ആണ് EMI പെർ ലാക്കിനാണ് കേട്ടോ, പെർ ലാക്കിന് വരുന്നത്. നമ്മുടെ നിയോസിന് അതുപോലെ 50,000 വരെ എന്തോ ഓഫർ, 50,000 ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ടാവും. 50,000 വരെ ക്യാഷ് ഡിസ്കൗണ്ട് നമുക്ക് നിയോസിൽ വരുന്നുണ്ട്. സെയിം ഓഫർ നമുക്ക് എക്സ്റ്ററിനും അവൈലബിൾ ആണ്. ഇതെല്ലാം മോഡലിലും അവൈലബിൾ ആണ് അല്ലേ? അതെ, എല്ലാ ഓണത്തിന് സംബന്ധിച്ച് എല്ലാത്തിനും അവൈലബിൾ. മോഡൽ അനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷൻ ഉണ്ട്. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡയറക്റ്റ് വരികയോ ഇല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. പേര് ഞാൻ പിന്നെ മറന്നുപോയി. ആഷിഖിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ നിങ്ങൾ ഏത് സമയത്താണെങ്കിലും വിളിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഫുൾ ഇൻഫർമേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആഷിഖ്, അപ്പോൾ നമുക്ക് എക്സ്റ്റർ, ഇപ്പം ഞാൻ ഒരു എക്സ്റ്റർ ബുക്ക് ചെയ്യാമെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ എക്സ്റ്റർ ബുക്ക് ചെയ്യാണ്.
സോ എക്സ്ട്രാ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം കൊണ്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇപ്പൊ ഒരു ഓണം ഓഫറും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടോ? നല്ല സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നമുക്ക് വെയിറ്റിംഗ് വരുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ? നമുക്ക് ആക്ച്വലി വെയിറ്റിംഗ് വരുന്നില്ല, വെഹിക്കിൾ റെഡി അവൈലബിൾ ആണ്. റെഡി അവൈലബിൾ ആണ്. അപ്പം ഇവിടെ വെയിറ്റിംഗ് വരുന്നില്ല. വണ്ടി വരിക, നമ്മുടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. നല്ല സിവിൽ സ്കോറും കാര്യങ്ങളും ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് ലോണിന്റെ കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ടല്ലേ? നമുക്ക് എല്ലാ ബാങ്കിന്റെ സ്റ്റാഫ്സ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ. സോ ഈ വണ്ടിക്ക് ഇപ്പൊ 6 എയർ ബാഗ്, അത് 6 എയർ ബാഗും കൊടുക്കുന്നുണ്ട്. ഇപ്പം ഹ്യുണ്ടയുടെ എല്ലാ വണ്ടിക്കും അത് കമ്പൽസറി, എല്ലാ വണ്ടിക്കും കമ്പൽസറി ആയി. സോ സേഫ്റ്റി നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു കോംപ്രമൈസ് ഹ്യുണ്ടൈ കാണിക്കുന്നില്ല. ഓക്കെ. അപ്പൊ ആഷിക്, നമുക്ക് ഇതിപ്പോ എക്സ്ട്രാ ആണ്, നമ്മൾ എക്സ്ട്രന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇതിനൊരു സൺറൂഫ് ഒക്കെ ഉള്ളൊരു മോഡലാണ് തുറന്നിട്ടുണ്ട്. ഇത് SX ആണ്. SX എന്ന് പറയുമ്പോഴത്തേക്കും മിഡ് വേരിയന്റ് ആണ് വരുന്നത്. സോ ഇതിന്റെ നമുക്ക് ഒരു 10 lakhs ഈ ഒരു സൺറൂഫും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മോഡല് നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും. നമുക്ക് SX-ന്റെ മാനുവൽ വരുമ്പോ 9,86,000 രൂപ വരുന്നുള്ളൂ. സോ 9,86 എന്ന് വെച്ചാൽ 10 ലക്ഷത്തിനുള്ളില് നമുക്കൊരു മാനുവൽ മോഡല്, നമുക്ക് സൺറൂഫ് ഒക്കെ ഉള്ള, ഇപ്പൊ സൺറൂഫ് ഒക്കെ ഇപ്പൊ ഫാൻസി ആണല്ലോ, എല്ലാവരുടെ ഒരു റിക്വയർമെന്റ് ആണല്ലേ. സോ അങ്ങനത്തെ ഒരു മോഡല് നമുക്ക് 10 lakhs തന്നെ ഇറക്കാൻ പറ്റും. പിന്നെ അത്യാവശ്യം നല്ല യാത്രാ കംഫർട്ടും കാര്യങ്ങളും ഉള്ള ഒരു മോഡലും കൂടിയാണ് എക്സ്ട്രാ. സോ നമുക്കപ്പോ ആ പ്രൈസിൽ നമുക്ക് ഇറക്കാൻ പറ്റും. ഈ ഞാൻ നേരത്തെ ഒന്നുകൂടെ ചോദിക്കുകയാണ്, നമ്മളപ്പം ഈ ഏത് വണ്ടി എടുത്താലും നമുക്ക് അഷ്വർഡ് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്കപ്പോ അടുത്ത വണ്ടിയിലേക്ക് പോയാലോ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകും. സോ ആഷിക്ക്, നമ്മളിപ്പം അടുത്തത് വെന്യൂയിലേക്ക് വന്നേക്കാണ്. ഹ്യുണ്ടയുടെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു ടൈമിൽ എടുത്തുകൊണ്ടിരുന്നതും ഇപ്പം എടുക്കുന്നതായിട്ടുള്ളൊരു മോഡലാണ്. ചെറിയൊരു കോമ്പാക്ട് XUV സെഗ്മെന്റിൽ നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നമുക്കിപ്പം എല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ്. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള, നല്ലൊരു ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ഉള്ള, നല്ല ഹൈറ്റിൽ നിന്ന് വണ്ടി ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് അല്ലേ? വെന്യൂന് ഇപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. വെന്യൂന് എത്ര എഞ്ചിൻ ഓപ്ഷൻസ് വരുന്നുണ്ട്? നമുക്ക് 3 എഞ്ചിൻ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ. 1.2 കാപ്പ എഞ്ചിൻ, പിന്നെ 1 ലിറ്റർ ടർബോ എഞ്ചിൻ, പിന്നെ 1.5 നാച്ചുറൽ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ. അവിടെയാണ് ഹൈലൈറ്റ്. ഡീസൽ എഞ്ചിന്റെ കാര്യങ്ങളെ എല്ലാവരും നിർത്തിക്കൊണ്ട് വരികയാണ്. അവിടെ ഇപ്പോഴും ഡീസൽ എഞ്ചിൻസ് ഹ്യുണ്ടൈ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് വെന്യൂവിന് നമുക്ക് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട് അല്ലേ? സോ നമുക്ക് വെന്യൂവിന് എന്തൊക്കെയാണ് നമ്മുടെ പോപ്പുലർ ഹ്യുണ്ടൈയിൽ ഓഫേഴ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ നേരത്തെ ഓണത്തിന്റെ സ്കീംസ് നമുക്ക് ഈ വെഹിക്കിളും അവൈലബിൾ ആണ്. എല്ലാ വെഹിക്കിൾസിനും നേരത്തെ പറഞ്ഞ അഷ്വർഡ് ഗിഫ്റ്റ് ഉണ്ടാവും. ഓരോന്നായിട്ട് എടുത്തു പറയുന്നില്ല, എല്ലാ വെഹിക്കിൾസിനും. അത് ബേസ് മോഡലോട്ടില്ല. അപ്പൊ നിയോസ് ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് മോഡല്. ആ മോഡൽ തൊട്ട് നമുക്ക് ട്യൂസോൺ വരെ എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും നമുക്ക് ഈ അഷ്വർഡ് ഗിഫ്റ്റ്സ് ഉണ്ട്. അത് കൂടാതെ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഓഫർ വരുന്നുണ്ടോ? സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഓണത്തിന്റെ സ്കീം അനുസരിച്ച് 50,000 വരെ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ടാവും. 50,000 ക്യാഷ് ഡിസ്കൗണ്ട് നമുക്ക് വരുന്നുണ്ട്. സോ ഇതിനകത്ത് വെന്യൂവിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് കൊടുത്തിരിക്കുന്നത് 7.94 അല്ലേ? അതാണ് നമുക്ക് ബേസ് മോഡൽ സ്റ്റാർട്ടിംഗ്. അതിന് EMI വരുമ്പോഴത്തേക്കും സെയിം, നമുക്ക് നേരത്തെ എക്സ്ട്രാ സെയിം EMI സ്കീം തന്നെയാണ് വരുന്നത്. സോ മോഡൽ അനുസരിച്ച് ഇതിന്റെയൊക്കെ വില മാറും. ഷോറൂമും ഇതെല്ലാം ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും മോഡൽ അനുസരിച്ച് നമുക്ക് ഈ വണ്ടികളുടെയൊക്കെ വില മാറും. സോ നിങ്ങൾക്ക് ഏത് മോഡലാണ് വേണ്ടതെന്നുള്ള റിക്വയർമെന്റ് അനുസരിച്ച് ആളെ വിളിച്ചാൽ മതി, ആഷിക്കിനെ വിളിച്ചാൽ മതി. ആഷിക്കിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സോ അങ്ങനെ നമുക്കിപ്പോ ആ മോഡലുകൾ നമുക്ക് ആരെങ്കിലും വിളിച്ചതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കത്തില്ലേ? ഷുവർ. നമുക്കിപ്പോ ഏത് മോഡലാണെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഇവിടെ വരിക, വന്നു കഴിഞ്ഞാൽ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളെല്ലാം ഇപ്പം നമുക്ക് വീട്ടിലേക്ക്, അതായത് ലൊക്കേഷനൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ലൊക്കേഷനിലേക്ക് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൊക്കേഷനിലേക്കും അവർ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി അല്ലേ? പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സിലേക്കൊന്നും കൂടുതൽ ഞാൻ പോകുന്നില്ല, കാരണം ഇതിൽ ഓൺ ഓഫറിന്റെ ഒരു വീഡിയോ കാരണം നമ്മൾ ഫീച്ചേഴ്സിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. നമ്മൾ നേരത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളതാണ്. അത് കൂടാതെ ഇതിന്റെ ഫീച്ചേഴ്സ് വേണം, അത് അങ്ങനെയുള്ള വീഡിയോ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ പറയും, നമ്മളത് ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും. നമുക്കപ്പം ഇനി ഏതൊക്കെ മോഡലാണുള്ളത്? നമുക്ക് ഇനിയുള്ളത് i20 ഉള്ളത്. i20 ആണ്. വേറൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, ഇതിന്റെ എൻലൈന് ഇത്തിരി സ്പോർട്ടി ആയിട്ടുള്ള എഞ്ചിനാണ്, ഇത്തിരി പവറും കാര്യങ്ങളും കൂടുതലുള്ള ഒരു എഞ്ചിനാണ്. സോ ഒരു എൻലൈൻ നമുക്ക് ഇറക്കണമെങ്കിൽ ഏകദേശം എത്ര രൂപയാവും? നമുക്ക് എൻലൈൻ ഇറക്കുമ്പോൾ 14,64,000 രൂപ. അത് ബേസ് മോഡൽ. എൻലൈൻ എന്ന് പറയുമ്പോൾ വില കണ്ടാലും ഒരു പേടിക്കണ്ട, കാരണം എൻലൈൻ എന്ന് പറയുമ്പോൾ തന്നെ ഇത്തിരി സ്പോർട്ടി ആയിട്ടുള്ളതാണ്. സാധാരണ വെന്യൂ അല്ല, കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൂടുതലാണ് അല്ലേ? ഒരു എൻ്റർലി ഡിഫറെന്റ് ആയിട്ടൊരു മോഡലാണ്. സോ എൻലൈന് ഇപ്പൊ നല്ല സെയിലുണ്ടോ? എൻലൈൻ
അതെ നമുക്ക് സെയിൽ ഉണ്ട്. Sale ഉണ്ട്. എല്ലാവരും വെന്യൂ നല്ലൊരു മൂവിംഗ് ഉള്ള മോഡലാണ്. ഇപ്പോഴും നല്ല മൂവിംഗ് ഉള്ള ഒരു മോഡൽ തന്നെയാണ്. പിന്നെ ഡീസൽ എഞ്ചിൻ പറയാൻ മറന്നുപോയി, ഇപ്പോഴും ഡീസൽ എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഹ്യൂണ്ടായി വെന്യൂ. അപ്പോൾ എല്ലാ എൻക്വയറിക്കും എന്താണെങ്കിലും പോപ്പുലർ ഹ്യൂണ്ടായെ കോൺടാക്ട് ചെയ്യുക. നമുക്കപ്പോൾ അടുത്ത വണ്ടി i20യിലേക്ക് പോകും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ 3 വണ്ടികളുടെ ഓഫേഴ്സ് ഒക്കെ നമ്മൾക്കിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു. ബാക്കി നമുക്ക് കുറച്ച് വണ്ടികളൂടെ ഉണ്ട്. സോ വണ്ടിയുടെ വിലയും കാര്യങ്ങളൊക്കെ നമ്മളോട് പറയാൻ വേണ്ടിയുള്ള നമ്മുടെ നികിതയാണ്. നികിത നേരത്തെ നമ്മുടെ കൂടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ നികിത, നമുക്ക് ഇതിപ്പോ എൻലൈൻ ആണ് അല്ലേ? ഇത് എൻലൈൻ ആണ്, i20യുടെ എൻലൈൻ ആണ്. നമുക്കിപ്പം ഈ പ്രൈസ് കാണുന്ന i20യുടെ പ്രൈസ് ആണല്ലേ? 7,04,000 ആണ്. 4,400 ആണ് ബേസ് മോഡൽ. സോ എൻലൈൻ അല്ല, നമുക്കൊരു i20 നമുക്ക് ഓൺ റോഡ് വരണമെങ്കിൽ എങ്ങനെയാണ് പ്രൈസും കാര്യം? സ്റ്റാർട്ടിംഗ് ഓൺ റോഡ് 8.48 ആണ്. 8.48 എന്നുള്ള നമുക്ക് ഓൺ റോഡ് പ്രൈസ് ഓൺ റോഡ്. പിന്നെ നമുക്ക് ടോപ്പ് വേരിയന്റ് വരുമ്പോൾ 13.4 റേഞ്ചിൽ വരും. ഓക്കെ, നമുക്കിപ്പോ ഇതിനൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മാനുവൽ വേരിയന്റ്സ് വരുമ്പോഴേക്കും നമുക്ക് സ്കീം ഡിസ്കൗണ്ട് ആയിട്ട് 35,000 വരും. ഓക്കെ, ഓട്ടോമാറ്റിക് വേരിയന്റ്സിന് 20 വരും, 20,000. ഈ ചില മോഡലുകൾ അനുസരിച്ച് വില വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും അല്ലേ? ഓക്കെ, നമുക്കിപ്പം i20 പക്ഷെ പെട്രോൾ മാത്രമേ ഉള്ളൂ, ഡീസൽ പെട്രോൾ മാത്രമല്ല. കാരണം നേരത്തെ നമുക്ക് ഡീസൽ ഉണ്ടായിരുന്നു. വെന്യൂന് പക്ഷെ ഇപ്പോഴും നമുക്ക് ഡീസൽ അവൈലബിൾ ആണ്. പക്ഷെ i20യിൽ നമുക്കിപ്പോൾ പെട്രോൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ ഗിയർ ട്രാൻസ്മിഷൻ വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി IVT ട്രാൻസ്മിഷൻ ആണ്. ഓക്കെ, സോ നമുക്ക് ഏകദേശം എത്ര കിലോമീറ്റർ മൈലേജും കാര്യങ്ങളൊക്കെ ഈ വണ്ടി കിട്ടാനുണ്ടാവും? നമുക്ക് സിറ്റി വരുമ്പോഴേക്കും ഒരു 13 to 15 കിട്ടും സിറ്റിയിൽ. ഓക്കെ, ലോങ് റേഞ്ച് ഹൈവേസ് ആകുമ്പോൾ 19 to 20, ഈവൻ 23 കിട്ടിയ ഒരു കസ്റ്റമേഴ്സും ഉണ്ട്. നമ്മുടെ നേച്ചർ ഓഫ് ഡ്രൈവിങ്ങും പിന്നെ ഹൈവേയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് i20യുടെ ഉൾവശത്താണ്. ഇത് നമുക്കൊരു സൺറൂഫ് ഉള്ള ഒരു i20 നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് ഓൺ റോഡ് ഇറങ്ങാൻ പറ്റും? ഓൺ റോഡ് പ്രൈസ് ആണ് കേട്ടോ ചോദിക്കുന്നത്, എക്സ് ഷോറൂം അല്ല. കാരണം ഇപ്പം സൺറൂഫ് എല്ലാവർക്കും ഒരു ഫാൻസി ആണല്ലോ. നമ്മുടെ നാട്ടിലെ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് ഇത് തുറക്കാൻ പറ്റിയില്ലെങ്കിലും പിള്ളേർക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഒരു ഭയങ്കര കാര്യമാണ്. സോ ഒരു സൺറൂഫ് ഉള്ള ഒരു i20 നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ എത്രയാവും? 10,43,000 മതി. ഈ 10,40,000 നമുക്ക് ഓൺ റോഡ് പ്രൈസ് അല്ലേ? ഓൺ റോഡ് ആണ്. ഒന്നുകൂടെ ഓർക്കുക, 10,40,000 എന്ന് പറയുന്നത് ഓൺ റോഡ് പ്രൈസ് ആണ്. അത് പെട്രോൾ മോഡലിലെ മാനുവലിലെ പ്രൈസ് ആണ് അല്ലേ? അതെ. ശരിക്കും ഇപ്പം നല്ലൊരു മൂവ്മെന്റ് ഉണ്ടോ നമുക്ക് i20ക്ക്? കാരണം അത് ചോദിച്ചത് പറഞ്ഞല്ല, ഇപ്പൊ കോമ്പറ്റീഷൻ ടൈറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഓൾട്രോസ് വന്നു, അത് ഓൾട്രോസിന്റെ ഇപ്പൊ പവർ കൂടിയൊരു മോഡൽ വന്നു. അതുപോലെ തന്നെ നമുക്ക് ബാലനോ അല്ലെ? ബാലനോ ഉണ്ട്. സോ അതിന്റെ ഇടയ്ക്ക് എങ്ങനെയുണ്ട് നമ്മുടെ i20യുടെ ഒരു സെയിലിംഗ്? നല്ല മൂവിംഗ് ആണ്. ഇത് ഫാമിലീസ് ആണോ കൂടുതൽ എടുക്കുന്നത് അതോ ഫാമിലീസ് ആണ് കൂടുതൽ എടുക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമുക്ക് i20യുടെ ഒരു വിശേഷം. നമുക്ക് അടുത്തത് ക്രെറ്റയാണ്. ക്രെറ്റ ശരിക്കും എല്ലാവർക്കും വളരെ ഹ്യുണ്ടയുടെ ഏറ്റവും ബെസ്റ്റ് സെല്ലർ ആയിട്ടൊരു മോഡലാണ് അല്ലേ? നമുക്കപ്പം ക്രെറ്റയുടെ ഡീറ്റെയിൽസും അതിന് എന്തൊക്കെ ഓഫർ ഉണ്ട് കാര്യങ്ങളൊക്കെ അതിലേക്ക് പോകാം അല്ലേ? ഇതിപ്പോ ഹ്യൂണ്ടായി ക്രെറ്റയാണ്. ശരിക്കും പറഞ്ഞാൽ ഹ്യൂണ്ടയുടെ ഏറ്റവും ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഒരു മോഡലാണ് ഹ്യൂണ്ടായി ക്രെറ്റ. ഈ വർഷം വന്ന ഫേസ് ലിഫ്റ്റ് ആണ് അല്ലേ? ആണ്. നമുക്കിപ്പം എഞ്ചിൻ ഓപ്ഷൻസ് പറയാന്നുണ്ടെങ്കിൽ പെട്രോളിലും ഡീസലിലും നമുക്ക് ക്രെറ്റ അവൈലബിൾ ആണ്. നമുക്കപ്പം ക്രെറ്റ പെട്രോളിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോയാലോ? പെട്രോളിന്റെ ഡീറ്റെയിൽസ് വരെ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 13.48 ആണ് സ്റ്റാർട്ടിംഗ്. അതിൽ പിന്നെ നമുക്ക് ടോപ്പ് വേരിയന്റ് ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് 23 lakhs വരും. 23 lakhs വരും. സോ അത്രയും പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഫീച്ചേഴ്സും എല്ലാം കൂടും അല്ലേ? ഫീച്ചേഴ്സ് കൂടും. ഇപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന നോർമൽ മിഡ് വേരിയന്റ് ആണ്, എസ് ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അതിൽ നമുക്ക് ഓൾമോസ്റ്റ് റിക്വയർഡ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതായത് ഇൻക്ലൂഡിങ് സൺറൂഫ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഡ്യുവൽ സോൺ AC, അലോയ് വീല്, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം എസ് ഓപ്ഷൻ തന്നെ ഇൻക്ലൂഡ് ആണ്. എസ് ഓപ്ഷൻ തന്നെയുണ്ട് ഈ ഓപ്ഷൻസ് എല്ലാം. സോ ഒരു മിഡിൽ മോഡൽ എടുക്കാൻ വേണ്ടിയുള്ള എസ് ഓപ്ഷൻ ആയിരിക്കും. എസ് ഓപ്ഷൻ ആയിരിക്കും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. സോ ആ ഒരു മോഡൽ നമുക്ക് ഏകദേശം എത്ര ഒരു പ്രൈസ് റേഞ്ച് വരും? 19.58 വരും. ബിലോ 20 lakhs തന്നെ നമുക്കപ്പോ ആ ഒരു മോഡൽ വണ്ടി ഇറക്കാൻ പറ്റും. ഇതിന് ഡീസൽ ഓപ്ഷൻ വരുന്നുണ്ട് അല്ലേ? ഇതിന് ഡീസൽ ഓപ്ഷൻ വരുന്നുണ്ട്. ഡീസൽ വരുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെയാണ് പ്രൈസ് വരുന്നത്? ഡീസലിന് സ്റ്റാർട്ടിംഗ് വരുന്നത് 15 lakhs ആണ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. 15.4.
ടോപ്പ് വേരിയന്റ് ആകുമ്പോഴേക്കും നമുക്ക് അറൌണ്ട് 24 lakhs വരും, 24.6. അത് ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണ്. സോ ഇതിനൊക്കെ കൂടുതൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഷോറൂമിലേക്ക് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. പക്ഷെ നേരത്തെ പറഞ്ഞ അഷോർഡ് ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിന് അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞ ഐഫോണ്, ഗോൾഡ് കോയിന്, മാക്ബുക്ക്. കഴിഞ്ഞ വർഷം ടാബ് ആയിരുന്നു അല്ലെ? ടാബ് ആയിരുന്നു കൊടുത്തിരുന്നത്. ഇത്തവണ അത് മാക്ബുക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങനെ കുറെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കപ്പം എൻലൈനിലേക്ക് പോയാലോ? എൻലൈനിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? എൻലൈൻ വരുമ്പോൾ നമുക്ക് 2 വേരിയന്റ്സ് ആണ് വരുന്നത്. എൻലൈൻ ശരിക്കും എല്ലാ മോഡലും 2 വേരിയന്റ്സ് മാത്രമേ വരുന്നത്. ശരിക്കും ഒരു ടോപ്പ് സ്പെക് ആയതുകൊണ്ടാണോ 2 വേരിയന്റ്സ് മാത്രം വരുന്നത്? ഓക്കെ, ഇനി പറയും. നമുക്ക് N8 ഉം N10 ഉം ആണ് വേരിയന്റ്സ് വരുന്നത്. N8, N10. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് 20.7 ആണ് സ്റ്റാർട്ടിങ്. സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് 20.7 ആണ് വരുന്നത്. ഓക്കെ. പിന്നെ N10 ടോപ്പ് വേരിയന്റ് ഓട്ടോമാറ്റിക് വരുമ്പോഴേക്കും നമുക്ക് 25.9 വരും. 25.9 വരും. സോ ഇത് ഡീസലിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൽ നമുക്ക് ഡീസൽ അവൈലബിൾ ആണ്. ഓക്കെ, മറന്നുപോയി. എൻലൈനിൽ ഡീസൽ വരുന്നില്ല, പെട്രോൾ മാത്രമേ വരുന്നുള്ളൂ. സോ അതാണ് നമ്മുടെ ഹ്യുണ്ടൈ ക്രെറ്റ എൻലൈൻ്റെയും അതുപോലെ തന്നെ ക്രെറ്റയുടെയും ഡീറ്റെയിൽസ്. എല്ലാ കാറുകൾക്കും ഈ പറഞ്ഞ അഷ്വർഡ് ഗിഫ്റ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ഏറ്റവും പ്രീമിയം മോഡലായ ഹ്യുണ്ടൈയുടെ ട്യൂസോണിലേക്ക് ഒന്ന് പോകാം. ട്യൂസോണിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് ചെറിയൊരു നമുക്ക് ചെയ്ത് നോക്കാം. വൈറ്റിലെ ഷോറൂമിൽ വന്നപ്പം ഇനി അറ്റത്തെ ഒരു മൂലയ്ക്ക് മാറിയിട്ടൊരു ബ്ലാക്ക് ബ്യൂട്ടി കിടപ്പുണ്ട്. ഇത് ഹ്യുണ്ടൈയുടെ ട്യൂസോൺ ആണ്. ശരിക്കും പറഞ്ഞാൽ ഹ്യുണ്ടൈയുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലേ, അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രീമിയം എസ് യു വി തന്നെയാണ്. എസ് യു വി ആണ് നമുക്ക് ഹ്യുണ്ടൈ ട്യൂസോൺ. നമുക്ക് പെട്രോളിലും ഡീസലിലും ഹ്യുണ്ടൈ ട്യൂസോൺ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, നമുക്കിതിന്റെ വില എങ്ങനെയാണെന്നും നോക്കാം. എങ്ങനെയൊക്കെയാണ് അപ്പം ഹ്യുണ്ടൈ ട്യൂസോണിന്റെ വില വരുന്നത്? പ്രൈസ് ഡീറ്റെയിൽസ് സ്റ്റാർട്ടിംഗ് വരുന്നത് 37 lakhs ആണ്. 37 lakhs സ്റ്റാർട്ടിംഗ് വരും. ഓക്കെ. നമുക്ക് ടോപ്പ് വേരിയന്റ് പോകുമ്പോഴേക്കും 45.57 വരും. 45.57. സോ അത്രയും ഒരു പ്രൈസ് റേഞ്ച് വരുന്നുണ്ട് ട്യൂസോൺ. ട്യൂസോൺ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റോഡുകളിൽ കുറവാണ് അല്ലേ? കുറവാണ്. പക്ഷെ എങ്കിലും അവരുടെ ഒരു പ്രീമിയം എസ് യു വി ആണ്. കുറെ ആളുകൾക്ക് ട്യൂസോൺ എങ്ങനെയാണെന്ന് അറിയില്ല. സോ ട്യൂസോണിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഡീറ്റെയിൽസ്, ഫീച്ചേഴ്സ് അതുപോലെ എല്ലാത്തിനും പോപ്പുലർ ഹ്യുണ്ടൈയെ നമുക്ക് സമീപിച്ചാൽ മതി. നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ നമുക്കിപ്പം വീട് കുറച്ച് ദൂരെയാണെങ്കിൽ ഇപ്പൊ എറണാകുളത്ത് അല്ലാന്നുണ്ടെങ്കിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ. നമുക്കിപ്പം അവർ വീട്ടിൽ കൊണ്ടുവന്ന് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് അങ്ങനെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എല്ലാ എൻക്വയറീസും ഒന്ന് എൻക്വയറി ചെയ്താൽ മതി, അവരെല്ലാ ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ട്യൂസോണിൽ വരുമ്പം ഈ അഷ്വർഡ് ഗിഫ്റ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും ഓഫർ അവൈലബിൾ ആയിട്ടുണ്ടോ? അവൈലബിൾ ആണ്. നമുക്ക് പെട്രോൾ വേരിയൻസിൽ നമുക്ക് അപ് ടു 25,000 ഡിസ്കൗണ്ട് വരും. അതുപോലെ ഡീസൽ വരുമ്പോഴേക്കും അപ് ടു 50,000 ഡിസ്കൗണ്ട് വരും. പെട്രോളിന് 25,000 ഡീസൽ വരുമ്പോഴത്തേക്കും 50,000 നമുക്ക് ട്യൂസോണിൽ ഇപ്പം ഡിസ്കൗണ്ട് വരുന്നുണ്ട്. സോ ഓണത്തിന് അത് നല്ലൊരു ഓഫറാണ്. 25,000 50,000 ലാഭിച്ച് നമുക്ക് ട്യൂസോൺ എടുക്കാം. വില 45,000 ആണ്, പക്ഷെ അതിനുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും ട്യൂസോണിലുണ്ട്. സോ ധൈര്യമായിട്ട് വന്നെടുക്കാം. നമുക്കപ്പോൾ ഒരു വണ്ടിയോട് ബാക്കിയുണ്ട്. നമ്മുടെ ഹ്യുണ്ടൈ എക്സ്ട്ര തന്നെയാണ്, പക്ഷെ എക്സ്റ്ററിന്റെ ഡാർക്ക് എഡീഷൻ മോഡലാണ്. അതിന്റെ ഡീറ്റെയിൽസ് കൂടെ നമുക്കൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓണ ഓഫറുകൾ വൈൻഡപ്പ് ചെയ്യാം. സോ നമ്മളങ്ങനെ എക്സ്റ്ററിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇത് എക്സ്റ്ററിന്റെ ഡാർക്ക് എഡീഷൻ മോഡലാണ് അല്ലേ? ഈ ഡാർക്ക് എഡീഷൻ ഏതൊക്കെ വേരിയന്റിലാണ് വരുന്നത്? നമുക്ക് മിഡ് ഓപ്ഷനും അതുപോലെ ടോപ്പ് വേരിയന്റിലും ആണ് ഡാർക്ക് എഡീഷൻ വരുന്നത്. 2 വേരിയന്റിലാണ് നമുക്ക് ഡാർക്ക് എഡീഷൻ വരുന്നത്. സോ ഇതിലും സൺറൂഫും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലേ? അതെ. സോ ഇതില് എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്? സ്റ്റാർട്ടിങ് നമുക്ക് 10 lakhs ആണ് നൈറ്റ് എഡീഷന്റെ സ്റ്റാർട്ടിങ്. നൈറ്റ് എഡീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 10 lakhs ആണ്. ശരിക്കും നമ്മള് SX എന്നുള്ള ഓപ്ഷൻ അതിൽ സൺറൂഫും കാര്യങ്ങളും ഒക്കെ ബിലോ 10 lakhs തന്നെ വരുന്നത്. ഇത് നൈറ്റ് എഡീഷൻ ആയപ്പോഴത്തേക്കും 10 lakhs വരുന്നത്. കുറച്ച് അറിയാലോ, അവിടെ ഒരു റെഡ് സ്റ്റിപ്പ് വരുന്നുണ്ട്. ഈ എക്സ്ട്രാ എന്നുള്ള ബാഡ്ജിങ് എല്ലാം ബ്ലാക്ക് ആക്കി, ഹ്യുണ്ടൈയുടെ എംബ്ലം ബ്ലാക്ക് ആക്കി. ഇന്റീരിയറിലും കുറച്ച് ചേഞ്ചസ് ഉണ്ട്. നമ്മുടെ AC വെന്റ്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, ഇതെല്ലാം ഒരു റെഡ് ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതെല്ലാം അതുപോലെ AC വെന്റിന് പുറകിലത്തെ AC വെന്റിനും അതിന്റെ നോബിനും എല്ലാത്തിനും ഒരു റെഡ് കളർ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഇന്റീരിയറിലെ സീറ്റിലും ഒരു ലൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഈ 2 മോഡൽ നൈറ്റ് എഡിഷന്റെ 2 മോഡൽ ഉണ്ടെന്നല്ലേ പറഞ്ഞു? ഇതിനെങ്ങനെയാണ് നമുക്ക് ഓൺ ഓഫർ വരുന്നത്? ഓൺ ഓഫർ നമുക്ക് 20,000 ഡിസ്കൗണ്ട് വരും. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അഷ്വർഡ് ഗിഫ്റ്റ് ഇതിലും അവൈലബിൾ ആണ്. അഷ്വർഡ് ഗിഫ്റ്റ് ഇതിനും അവൈലബിൾ ആണ്. പ്ലസ് 20,000 നമുക്ക് ഓഫറും വരുന്നുണ്ട്. സോ അതൊക്കെയാണ് വൈറ്റ്ല ഹ്യുണ്ടൈയിലെ പോപ്പുലർ ഹ്യുണ്ടൈയിലെ ഓണം ഓഫറുകൾ. സോ
ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഒട്ടനവധി ഓണ ഓഫറുകളുണ്ട്. ഗോൾഡ് കോയിൻ, ആപ്പിൾ 15 Pro Max, അതുപോലെ മാക്ബുക്ക് എക്സെട്ര കുറെ ഓണ ഓഫർ ഉണ്ട്. ഇതൊക്കെ അഷ്യോർഡ് ഗിഫ്റ്റ് ആണ്. പ്ലസ് നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ഇതിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. സോ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ഹാപ്പി മോട്ടോർ.